നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ പി സരിന്റെ പേര് നിർദ്ദേശിച്ച് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ്. മറ്റ് മുന്നണികളുടെ തീരുമാനം വന്നതിന് ശേഷം മതി പാലക്കാട്ടെ പ്രഖ്യാപനം എന്നും ധാരണയായിട്ടുണ്ട്. ആലത്തൂരും നെന്മാറയിലും 2 വട്ടം പൂർത്തിയാക്കിയവർ മാറും എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. ഷാരിഖ് നവാസ് പാലക്കാട് നിന്ന് ചേരുന്നു. ഷാരിഖ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ അക്കാര്യത്തിലുള്ള വളരെ ഗൗരവമാർന്ന ചർച്ചകൾ നടക്കുകയാണോ? സരിന്റെ പേരിലേക്ക് സീറോ ചെയ്തോ, അത് ഫൈനലൈസ് ചെയ്തോ? ഗുഡ് മോർണിംഗ് ഹാഷ്മി, സ്മിത. പാലക്കാട് LDF സ്ഥാനാർത്ഥിയായി വീണ്ടും ഡോക്ടർ പി സരിനെ മത്സരിപ്പിക്കാനാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചേർന്നപ്പോൾ അംഗങ്ങൾ പേര് നിർദ്ദേശിച്ചിരിക്കുന്നത്. സരിനെ പാലക്കാട്ട് വീണ്ടും മത്സരിപ്പിക്കാനുള്ള ഏകദേശം ധാരണയായി. കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇത്തരത്തിൽ ഒരു ധാരണയായിട്ടുള്ളത്. മുൻപ് സരിൻ ഒറ്റപ്പാലത്ത് മത്സരിച്ചു വയ്ക്കുമെന്നുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ ആ വാർത്തകളൊക്കെ ഗണ്ണിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പാലക്കാട്ട് തന്നെ സരിനെ പരിഗണിക്കാനാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത്. എന്നാൽ ഇത് മറ്റു 2 മുന്നണികളുടെ, അതായത് കോൺഗ്രസ് BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമായിരിക്കും സരിന്റെ കാര്യത്തിൽ ഒരു അന്തിമ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ആലത്തൂരിലും നെന്മാറ മണ്ഡലത്തിലും, ആലത്തൂരിൽ 2 ടൈം പൂർത്തിയാക്കിയ KD പ്രസേനനും നെന്മാറയിൽ 2 ടൈം പൂർത്തിയാക്കിയ K ബാബും മാറി നിൽക്കും. ഈ 2 മണ്ഡലങ്ങളിലും പുതിയ സ്ഥാനാർത്ഥികളെയാണ് പരിഗണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആലത്തൂരിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V പൊന്നുകുട്ടനെയും നെന്മാറയിൽ K ബാബുവിന് പകരം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് K പ്രേമനെയും മത്സരിപ്പിക്കാനാണ് ധാരണയായിട്ടുള്ളത്. എന്നാൽ തൃത്താല മണ്ഡലത്തിൽ മന്ത്രി MB രാജേഷ് വീണ്ടും മത്സരിക്കുമെന്നാണ് ഈ യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത്. തൃത്താലയിലും അതുപോലെ തന്നെ കോങ്ങാട്, ഒറ്റപ്പാലം, ഷൊർണൂർ, തരൂർ, മലമ്പുഴ മണ്ഡലങ്ങളിൽ നിലവിലെ സിറ്റിംഗ് MLA മാർ ഇവരെല്ലാം ആദ്യ ടീം മാത്രം പൂർത്തിയാക്കിയവരാണ്. ഇവർ വീണ്ടും മത്സരരംഗത്തേക്കുണ്ടാവും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ സെക്രട്ടറി യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തിട്ടുള്ളത്. CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവന്റെ നേതൃത്വത്തിലാണ് ഈ യോഗം ചേർന്നത്. ഈ യോഗത്തിൽ അഭിപ്രായത്തിൽ വന്ന ഈ ആദ്യ പ്രാഥമിക പട്ടിക സംസ്ഥാന നേതൃത്വത്തിന് കൈമാറും. എന്നിട്ട് ശേഷം മാത്രമേയാണ് അന്തിമ തീരുമാനം ഈ കാര്യത്തിൽ ഉണ്ടാവുകയുള്ളൂ. ഹാഷ്മി, സ്മിത. ഓക്കെ, പാലക്കാട് ബൈ ഇലക്ഷൻ പിരായിലെ വോട്ടെണ്ണൽ ഒക്കെ സരിനെതിരെ ഇപ്പോൾ ട്രോളായി വരുന്നതാണ്. അപ്പോൾ അന്ന് പക്ഷേ കാര്യമായ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സരിന് കഴിഞ്ഞില്ലെങ്കിൽ കൂടിയും അടുത്ത ഒരു ഇലക്ഷൻ കൂടി വരുന്നു. സാഹചര്യങ്ങൾ മാറി. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിന് തുടർച്ചയിലാണ് ഇപ്പോൾ പി സരിന് ഒരിക്കൽ കൂടി പാലക്കാട് മത്സരിക്കാൻ പോകുന്നു എന്ന വാർത്ത കേൾക്കുന്നത്. പക്ഷേ അവിടെ ബാക്കി UDF-ലും ഒക്കെ ആരാണ് എന്നറിഞ്ഞിട്ട് മാത്രമേ സരിനെ പേര് പ്രഖ്യാപിക്കൂ എന്നാണ് അറിയാനും കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.